ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവരും തെരഞ്ഞെടുപ്പ് വാർത്തകളെ അവലോകനം ചെയ്യുന്ന തിരക്കിലാണ്. ഏതാണ്ട് പ്രതീക്ഷിച്ചത്ര രൂപത്തിലുള്ള വിജയം കരസ്ഥമാക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കാത്തതുകൊണ്ട് നരേന്ദ്രമോദി നാടുവിടും എന്നൊക്കെയുള്ള രൂപത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. അത്രയും ഈ സാഹചര്യത്തില് ഈ തെരഞ്ഞെടുപ്പിനെ കൃത്യമായ രൂപത്തിൽ അവലോകനം ചെയ്യാൻ വിരലിലെണ്ണാവുന്ന ആളുകളെങ്കിലും ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ നല്ല രൂപത്തിലുള്ള വിജയം കരസ്ഥമാക്കാമായിരുന്നു. ചില ആളുകൾ ജാഗ്രതയോടുകൂടി നോക്കിയും കണ്ടും പ്രവർത്തിച്ചിരുന്നെങ്കിൽ. അത് അവരും സമ്മതിക്കുന്നു. എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകൂ എത്രമാത്രം മെച്ചപ്പെടുത്താമായിരുന്നു, നമുക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ചില വീഴ്ചകൾ സംഭവിക്കേണ്ടതുണ്ട്. അതിനെ നമ്മുടെ റീന സിസ്റ്റർ കൃത്യമായി അവലോകനം ചെയ്യുന്നുണ്ട്. കേൾക്കുക. ഞാനും വരാൻ അങ്ങ് താമസിച്ചത്. ഓക്കെ, അപ്പൊ എന്തായാലും തൃശ്ശൂര് നമ്മൾ അങ്ങ് എടുത്തു. തൃശ്ശൂര് നമ്മൾ അങ്ങ് എടുത്തു. കാരണം ഈ തൃശ്ശൂർ എടുക്കാൻ വേണ്ടിയിട്ട് കുറെ പാടുപെട്ടു. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഞാൻ എന്നെ കൊണ്ട് പരമാവധി പറ്റുന്ന രീതിയിലെല്ലാം തന്നെ ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു എന്തുവാണെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം തന്നെ ബുദ്ധിയുള്ളവരും ബോധമുള്ളവരൊക്കെ ആയിട്ട് മാറി എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല. കുറച്ചെങ്കിലും ആളുകൾക്ക് ബുദ്ധിയും ബോധവും ഒക്കെ തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കത്തോലിക്ക ഊളകൾക്ക് മാത്രമേ കുറച്ച് ബുദ്ധി ഇല്ലാതെ പോയിട്ടുള്ളൂ. കേരളത്തിലെ എന്താ പറയുക, തിരുവനന്തപുരത്തിലെ കത്തോലിക്ക കുറെ ഊളകളുണ്ടല്ലോ, ഈ തീരദേശത്ത് കിടക്കുന്ന കുറച്ച് ഊളകള് ബുദ്ധിയും ബോധവും ഇല്ലാതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും ഒരു കുഴപ്പമില്ല. വീണ്ടും മോദി ഭരണത്തിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. എന്തുവാ, മിക്കവാറും തള്ളാഹു ഇന്ന് ആത്മഹത്യ ചെയ്യും. ഒന്നിന് തള്ളാഹു ആത്മഹത്യ ചെയ്യും, ഇല്ലെങ്കിൽ തള്ളാഹു ബിജെപിയിൽ ഭരണത്തിലേക്ക് ബിജെപിയിലോട്ട് കൂറുമാറും. ഈ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് തള്ളാഹു. ഇങ്ങനെയാണ് കാക്കാമാര് പോസ്റ്റ് ഇട്ടിരുന്നത്. ആ പോസ്റ്റ് ഞാനും എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അതായത് അള്ളാഹു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിജെപി തോക്കും, മോദി തോക്കും. എന്താണ് ഇവരുടെയൊക്കെ വിശ്വാസങ്ങൾ അല്ലേ? ചിലപ്പോൾ മതവിശ്വാസം അങ്ങനെ ആയിരിക്കും. നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണത്. പെട്ടെന്നൊന്നും അത്തരം മണ്ടത്തരങ്ങളൊന്നും മാറില്ല. നമ്മള് വിഷയങ്ങളെ വിഷയാധിഷ്ഠിതമായിട്ട് തന്നെ കണ്ടു മനസ്സിലാക്കി അവലോകനം ചെയ്യാനും അതിനെ തിരുത്താനും ശ്രമിക്കുമ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കയറി വരാനാണ് ചില ആളുകൾ ശ്രമിക്കുന്നത്. അതിന്റെ ഒരു ബഹിർസ്ഫുരണമാണ് കാണുന്നതെന്ന് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളൂ. ചെയ്യുമെന്നുള്ളത് 100% ഉറപ്പായ കാര്യമാണ്. കാരണം ഞാന് സത്യത്തിൽ ഈ ഇലക്ഷനെ ഞാൻ ഒന്ന് വിലയിരുത്തി കാണുന്ന സമയത്ത് ഞാൻ 1967 ഇസ്രായേലിലെ യുദ്ധത്തെ ഞാൻ കാണുകയായിരുന്നു. 1967 യുദ്ധത്തില് ഇസ്രായേൽ ഇങ്ങനെ മുന്നേറ്റം വരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1948 തൊട്ടേ ഇസ്രായേൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നീതു ജോർജ് തീരദേശം എണ്ണിയപ്പോഴാണ് തരൂർ ജയിച്ചത്. തീരദേശം എണ്ണിയപ്പോഴൊന്നും തരൂർ ജയിച്ചിട്ടൊന്നുമില്ല. തീരദേശ വോട്ടുകളാണ് തരൂരിനെ ചതിച്ചത്. തരൂർ ജയിച്ചത്. സോറി അതേ നീതു ജോർജ്. തീരദേശം എണ്ണിയപ്പോഴാണ് തരൂർ ജയിച്ചത്. അപ്പൊ അതാ പറഞ്ഞ തീരദേശത്തിലുള്ള ഊളകൾക്കെല്ലാം അടികൊണ്ട് ജാകാൻ വേണ്ടി മണിപ്പൂർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചെറ്റ മെത്രാനുണ്ടല്ലോ തീരദേശത്തെ. ആ ചെറ്റ ചെയ്തു കൊടുത്ത കാര്യം കൊണ്ട് ഇനിയിപ്പോ ശശി തരൂറിന്റെ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് കൊടുക്കട്ടെ സ്വത്ത് മുഴുവനും. ആ ഊളകൾക്കെല്ലാം ക്രിസ്ത്യാനി എന്ന് പറയുന്ന വിവരം കെട്ട വർഗത്തിന് എത്ര പറഞ്ഞാലും പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല. രാഷ്ട്രീയം തലക്കി പിടിച്ച വർഗ്ഗങ്ങൾ യാഥാർത്ഥ്യ ബോധത്തിൽ ജീവിക്കാൻ ഇതുവരെയും വളർന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ കാണുന്നത് മുഴുവനും. അതൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പം തള്ളാഹു ബിജെപിയിൽ ചേരും. തള്ളാഹു ഒന്നിൽ ബിജെപിയിൽ ചേരും, ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. എവിടെയാ സുഡാപ്പി കുഞ്ഞുങ്ങള്? എല്ലാണും പോയിരുന്നു മോങ്ങുകയായിരിക്കും തള്ളാഹുവിന്റെ ചരമ ദിവസമായതുകൊണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് തള്ളാഹു ഇന്ന് ആത്മഹത്യ ചെയ്യൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം തള്ളാഹു എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യൂ എന്നുള്ളത്. തള്ളാഹു എന്തായാലും ഇന്ന് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സുഡാപ്പി ഊളകളൊന്നും കാണാത്തത്. എല്ലാവരും ഇപ്പൊ ചരമദിനം ഓർത്ത് കരയുക തള്ളാഹുവിന്റെ. ഈ കമന്റ് വായിച്ചോ നിങ്ങൾ? ഈ കമന്റ് എന്ന് പറയുന്നത് ആരെഴുതിയതാ? റംഷാദ് സലീം. കണ്ടോ? റംഷാദ് സലീം എഴുതിയ കമന്റ് ആണ്. മുസ്ലിങ്ങളുടെ ശത്രുവായ ബിജെപിയെ സർവശക്തനായ തള്ളാഹു ജയിപ്പിക്കില്ല. ഓഹോ, ഇനിയും ബിജെപി ഇന്ത്യ ഭരിച്ചാൽ തള്ളാഹു ഇല്ലെന്ന് കരുതേണ്ടി വരും, അല്ലെങ്കിൽ തള്ളാഹു ബിജെപിയിൽ ആയിരിക്കും. അങ്ങനെ തള്ളാഹു നെൽസൺ പൂന്തറ. ഒരു മിനിറ്റ്, നെൽസൺ പൂന്തറ എന്താടാ നിന്റെ അമ്മയാണോ? എടാ നെൽസൺ പൂന്തറേ, എടാ ഊളയ്ക്കുണ്ടായിരുന്നേ നിന്റെ അമ്മയാണോ ഡാഷ്മോള്? ആ ഡാഷ്മോളോട് പറ
റീനിയോട് കളിക്കാൻ വരണ്ട നിങ്ങൾ ഡാഷ്മോളോട് എന്ന് പറ. മനസ്സിലായോ? നെൽസൺ പൂന്തറ, ആ ഡാഷ്മോൾ നിന്റെ മെത്രാന്റെ കൂടെയാണോ ഇപ്പൊ കിടക്കുന്നത്? എടാ നെൽസൺ പൂന്തറ, അവന്റെ കൂടെയാണോ? നിന്റെ പള്ളിയിലെ മെത്രാനില്ലേ അവൻ? കത്തോലിക്കയിലെ ലാറ്റിൻ കാത്തലിക്കിന്റെ ഒരു മെത്രാൻ ഉണ്ടല്ലോ, ഊള, അവന്റെ കൂടെയാണോ നിന്റെ അമ്മ ഡാഷ്മോൾ പോയി കിടക്കുന്നത്? എന്നാ അവളോട് പറ, അവിടെ ഇറങ്ങി ഓടാൻ പറ. ഇല്ലെങ്കിൽ ആ മെത്രാൻ കൊണ്ടുപോയി നിന്റെ അമ്മയുടെ വധം കൊണ്ടുപോയി മുറിയണ്ടികൾക്ക് കൊണ്ട് കൊടുത്തെന്നിരിക്കും സുഡാപ്പികൾക്ക്. മനസ്സിലായോ? അതുകൊണ്ട് നിന്റെ അമ്മയുടെ പോയി അവിടെ എത്രയും പെട്ടെന്ന് ആ മെത്രാന്റെ കൂടെ. ഇങ്ങനെയൊന്നും പറയണം എന്ന് വിചാരിച്ചിട്ട് പറയുന്നതല്ല. അനാവശ്യമായിട്ടുള്ള കമന്റുകൾ കയറി വരുമ്പോൾ നമ്മൾ മനുഷ്യരല്ലേ, സ്വാഭാവികമായും വൈകാരികതകൾക്ക് അടിമപ്പെട്ടു പോകുന്നതാണ്. അനാവശ്യങ്ങൾ മാത്രം പറഞ്ഞ് ശീലമുള്ള ആൾക്കാരോട് ഷഠനോട് ഷാഠ്യമേ പാടുള്ളൂ എന്ന തോതിലേക്ക് നമ്മൾ മാറുന്നതാണ്. ആരെയും തള്ളക്കി വിളിക്കണം എന്ന് വിചാരിച്ചിട്ട് ലൈവിന് വരുന്നതല്ല. പക്ഷെ ഈ ലൈവിന് വരുമ്പോഴേക്ക് അനാവശ്യമായിട്ടുള്ള ഇത്തരം കമന്റുകൾക്ക് ഈ രൂപത്തിൽ പ്രതികരിക്കാനേ തരമുള്ളൂ. നമ്മൾ എത്ര സഭ്യമായും മര്യാദയോടെയും സബ്സ്ക്രൈബേഴ്സിനോട് മാന്യത പുലർത്തിയും നീതി പുലർത്തിയും സംസാരിക്കാൻ ശ്രമിച്ചാലും ശരി, ഇവരതിനെ അനുവദിക്കില്ല. ഓടാൻ പറ. മനസ്സിലായോ? അപ്പം ഈ കമന്റ് നിങ്ങൾ വായിച്ചല്ലോ. അപ്പൊ ഇന്ന് സുഡാപ്പികളൊന്നും വരൂല. എന്തുകൊണ്ടാണ് സുഡാപ്പികൾ വരത്തില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റംഷാദിന്റെ ഇതനുസരിച്ച് തള്ളാഹുവിന്റെ മരണം, തള്ളാഹു തൂങ്ങിച്ചത്തു. മുസ്ലിങ്ങളുടെ ശത്രുവായ BJPയെ റംഷാദ് സലീം, BJPയെ സർവശക്തനായ തള്ളാഹു ജയിപ്പിക്കില്ല. ആഹഹ, തള്ളാഹു എന്നും തള്ളിമറിച്ചിട്ടല്ലേടാ ഉള്ളൂ റംഷാദ് സലീമെ. തള്ളാഹുവിന് തള്ളു മാത്രമല്ലേ അറിയത്തുള്ളൂ. ഇസ്രായേലിനെ അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? മുസ്ലിങ്ങളുടെ ശത്രുവായ ഇസ്രായേലിനെ തള്ളാഹു ഒരിക്കലും ജയിപ്പിക്കത്തില്ല, അന്തിമ വിജയം തള്ളാഹു എന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടെ കയറി വന്ന് എന്ത് ചെയ്യുന്നത്? നീയൊക്കെ ചൊറിയാൻ വേണ്ടി വരുന്നത്. എന്നിട്ട് കണ്ടം വഴി ഓടിക്കൊണ്ടിരുന്നിട്ട് ഇനിയും മനസ്സിലായില്ലേ നിനക്ക് തള്ളാഹു എന്ന് ഒരുത്ത ജീവനോടെ ഇല്ല എന്ന് പറഞ്ഞിട്ട്? ഇനിയും BJP ഇന്ത്യ ഭരിച്ചാൽ തള്ളാഹു ഇല്ലെന്ന് കരുതേണ്ടി വരും, അല്ലെങ്കിൽ തള്ളാഹു BJPയിലായിരിക്കും. ആഹാ, ദീപാ വിജയ് എല്ലാവന്മാരും മാണത്തിൽ കയറി. അതെ അതെ അതെ, എല്ലാവന്മാരും മാണത്തിൽ കയറി. നമ്മള് മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പ് പോലെ ഒതുക്കാൻ നമ്മൾ നിർബന്ധിതരായതാണ്. ഈ രൂപത്തിൽ കമന്റുകൾ ഇട്ട് ഈ രൂപത്തിൽ വൈകാരികതകളോടുകൂടി റിയാക്ട് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോൾ അവർക്ക് മാളത്തിൽ ഒളിക്കേണ്ടി വരും. മറ്റു നിവൃത്തി. ഇന്ത്യ ബീച്ച് കേരളത്തിൽ താമര വിരിയില്ല, താമര വിരിയില്ല, താമര വിരിയില്ല. പോടാ 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 ഊളകളെ. കേരളത്തിൽ താമര വിരിയിക്കാൻ ഞങ്ങൾക്കൊക്കെ അറിയാമടാ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ചുമ്മാതല്ല ഇരിക്കുന്നത്, കളിച്ചോണ്ടല്ല സോഷ്യൽ മീഡിയ ഇരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്നറിയാമോ? ഇന്ന് ഇസ്രായേൽ ജയിച്ച ദിവസമാണ്. ഇന്നല്ല, ഇന്ന് വൈകിട്ട് മുതൽ നാളെ വൈകിട്ട് വരെ ഇസ്രായേലിന്റെ വിജയമാണ്. യെരുശലേമിനെ 1967 ഇസ്രായേൽ പിടിച്ചെടുത്ത യുദ്ധ ദിവസത്തിന്റെ ഓർമ്മയാണ് ഊളകളെ. ഞാൻ അതാ ഇന്നിരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. 1967 ഇസ്രായേൽ വളർന്നു പന്തലിക്കുന്നു. ഇസ്രായേലിന്റെ നന്മയെ കണ്ടിട്ട് ഇസ്രായേൽ നന്നായി പോകുമോ, ഇസ്രായേൽ രക്ഷപ്പെടുമോ എന്നൊക്കെ ഭയന്നിട്ട് ചുറ്റുമുള്ള സകല തീവ്രവാദി കൂട്ടങ്ങളും ഒരുമിച്ച് ചേർന്നു. ഈജിപ്ത്, ലെബനോൺ, സിറിയ, സൗദി, ഇറാഖ്, ഇറാന് എന്ന് പറയുന്നവന്മാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് എന്താ പറയുന്നത്, അങ്ങ് തീർത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ അങ്ങ് തീർത്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് കൂട്ടമായിട്ട് അങ്ങ് ഇറങ്ങിയിട്ട് 6 ദിവസം കൊണ്ട് കണ്ടം വഴി എന്ത് ചെയ്തു? ഓടി ഒളിച്ചവന്മാരാ. മനസ്സിലായോ? അതുപോലെ ഇന്ത്യ സഖ്യം ഞങ്ങൾ ജയിച്ച് തള്ളി അങ്ങ് മറിക്കും പോലും. എടാ ഇനി ഊളകളെ, നിങ്ങൾക്ക് നാണവമാനം ഉണ്ടോടാ? എന്നിട്ട് ചാനൽ ചർച്ചകളിൽ ഇരുന്ന് ചർച്ചയെടുക്കുക. BJPക്ക് ആകെ മൊത്തത്തിൽ 140 സീറ്റ് മാത്രമേ പിടിക്കാൻ പറ്റൂ. ഒറ്റയ്ക്ക് ഒരു പാർട്ടി നിന്ന് 140 സീറ്റ് ഈ ഒരുമിച്ച് കിടക്കുന്ന അഖിൽ കൂട്ടങ്ങളെ തോൽപ്പിച്ചെങ്കിൽ അതിൽ കവിഞ്ഞതിന് എന്തെങ്കിലും പറയാനുണ്ടോ ആ പാർട്ടിയുടെ ബലത്തെ? തന്നെയുമല്ല, ഇത് രാജ്യവിരുദ്ധരും രാജ്യസ്നേഹികളും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അതില് രാജ്യസ്നേഹത്തിനും രാജ്യത്തിനു വേണ്ടിയുള്ള പ്രതിബദ്ധതയ്ക്കും കിട്ടിയതാണ് അത്രയും സീറ്റുകൾ. മറ്റതോ മുഴുവനും രാജ്യവിരുദ്ധർ. അങ്ങനെ നോക്കുമ്പോഴും BJP ടോപ്പ് സ്കോററാണ്. കുറിച്ച് എടാ ഊളകളെ, ഇതിനെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിവുണ്ടോടാ ചെറ്റകളെ? നീ എല്ലാം കൂടി ചേർന്ന് എല്ലായിടത്തും കൂട്ടമായിട്ട് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ വേണ്ടി അങ്ങ് വരുക. കൂട്ടമായിട്ടും BJP ഒറ്റക്കെട്ടായി നിങ്ങൾ തോൽപ്പിക്കാൻ നോക്കി. ഏതൊക്കെ പാർട്ടികളുണ്ടോ അവരെല്ലാം ആരെയൊക്കെ കൂട്ടുപിടിക്കാൻ പറ്റുമോ അവനെല്ലാം കൂട്ടുപിടിച്ചു. സത്യമാണ്, ഇസ്രായേലിനെതിരെ ഹമാസ് ചെയ്തതും ഇത് തന്നെയാണ്. ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയെ, യമനിൽ നിന്ന് ഹൂതികളെയും ഹൂതി സൈന്യത്തെയും, പിന്നെ സിറിയയിൽ നിന്ന് ഐസിസിനെ, ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന മറ്റ് സകലമാന പണ്ടാരങ്ങളെയും ഇതിനകത്ത് ഉൾപ്പെടുത്തി
ഇസ്രയേലിനെ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് തോൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ജയിക്കാൻ ഇസ്രായേൽ നിർബന്ധിതരായി. ഒടുവിൽ ഇവര് നെഞ്ചിലിടിച്ച് കരഞ്ഞ് നിലവിളിക്കുവാണ് യുദ്ധമൊന്ന് നിർത്തണേ, യുദ്ധമൊന്ന് നിർത്തണേ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങോട്ട് പോടാ, ഓരോ വർഷം അല്ലെങ്കിൽ അരവർഷം എന്ന് നമുക്ക് പ്രധാനമന്ത്രിയായിട്ട് ഭരിച്ചാലും കുഴപ്പമൊന്നുമില്ല, അവിയൽ പാർട്ടികൾക്ക് വാന്ന് പറഞ്ഞിട്ട് പടവലങ്ങ, വാഴയ്ക്ക, കോവയ്ക്ക, ചേമ്പയ്ക്ക എന്ന് പറയുന്ന എല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് വെച്ചു. അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ഈ രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഈ രാജ്യത്തെ സ്വാധീനിക്കാൻ സാധിക്കില്ല എന്ന് തെളിയിക്കുന്നതിനു വേണ്ടിയാണ് ഇന്ത്യ എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ളത്. ഒരുപക്ഷെ അതിന് ചില പ്രതിനിധികളാകാം. ഈ കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഒരിക്കലും രാജ്യവിരുദ്ധർ സ്വാധീനം ഉറപ്പിക്കില്ല. അതിന്റെ തെളിവാണ് ഒറ്റയ്ക്ക് നിന്ന് അത്രയധികം സീറ്റുകൾ നേടിയത്. എന്തെല്ലാം പറഞ്ഞുണ്ടാക്കിയിട്ടും നീ മല മറച്ചിട്ട് പോലും ഒറ്റയ്ക്ക് നിന്ന് BJPക്ക് 240 സീറ്റ് പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ BJPയുടെ കഴിവിന് അപാരം തന്നെയാണ്. പെന്തക്കോസുകാർ കൂട്ടക്കരച്ചിലൊക്കെ ഇപ്പൊ തള്ളാകും ചത്തൊടുങ്ങി, തള്ളാകും തൂങ്ങി ചത്തു, പെന്തക്കോസുകാരുടെ ദൈവവും ചത്തു. പെന്തക്കോസുകാരുടെ ദൈവത്തിന് ചെവിയൊന്നും കേൾക്കത്തില്ല നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന. പെന്തക്കോസുകാരെ നിങ്ങളൊക്കെ കൂട്ടപ്രാർത്ഥനയായിരുന്നല്ലോ പ്രാർത്ഥിച്ചത്. അയ്യോ മോദിയെ പണ്ടാരപടങ്ങാൻ തോപ്പിച്ചു വിടണേ, മോദിയെ പണ്ടാരപടങ്ങാൻ തോപ്പിച്ചു വിടണേ എന്ന് പറഞ്ഞ് പെന്തക്കോസുകാരൊക്കെ ഉപവാസ പ്രാർത്ഥന കെട്ടിക്കെട്ടി നീയൊക്കെ പ്രാർത്ഥിച്ചല്ലോ. എന്നിട്ട് എന്തായി ഊളകളെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന? നിന്റെയൊക്കെ ദൈവം എന്തിയെ? ബന്ധോകളെ നിന്റെയൊക്കെ ദൈവം എന്തിയെ? ബന്ധോകളെ നിന്റെയൊക്കെ ദൈവം എന്തിയെ? ബന്ധോകളുടെ ദൈവവും ഇല്ല, തള്ളാകും ഇല്ല. തള്ളാകും ജീവനോടുണ്ടോ? തള്ളാകും ആത്മഹത്യ ചെയ്തു. ജയ സിംഗ് എന്താടി ഊളെ? എന്താടി ഊളെ? ചൊറിച്ചിലോ നിനക്ക്? ബന്ധോകളുടെ ദൈവം കണ്ടം വഴി ഓടി, തള്ളാവും കണ്ടം വഴി ഓടി. ഇപ്പൊ ബന്ധോകളുടെ ദൈവം തള്ളാവിന്റെ ദൈവം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ബന്ധോകൾ ഏത് ദൈവത്തോടാണ് പ്രാർത്ഥിച്ചത്? എനിക്ക് നമ്മള് പ്രവൃത്തിയിൽ വിശ്വസിക്കണം. ഞാൻ കർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ചെയ്യുന്നത് മോശമാണെങ്കിൽ എനിക്ക് മോശം റിസൾട്ട് ലഭിക്കും. ഞാൻ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ എനിക്ക് നല്ല റിസൾട്ടും ലഭിക്കും. ഒരു പക്ഷേ മറ്റുള്ളവരുടെ മോശം പ്രവർത്തനങ്ങൾ കൊണ്ടും നമുക്ക് മോശം റിസൾട്ട് ലഭിക്കാറുണ്ട്. മറ്റുള്ളവരുടെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടും നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കാറുണ്ട്. ഇപ്പോ നരേന്ദ്രമോദിയും മറ്റ് രാജ്യസ്നേഹികളും ഒരുമിച്ച് നിന്ന് ഈ രാജ്യത്തിനു വേണ്ടി പടപൊരുതിയത് കൊണ്ടാണ് 240, ഞാൻ റീന 140 എന്ന് പറഞ്ഞത് കൊണ്ടാണ് പിന്നെ ഞാനത് തിരുത്താതെ പോയത്, 240 സീറ്റ് നേടാൻ സാധിച്ചത് വെറുതെയല്ല, പടപൊരുതിയത് കൊണ്ട് തന്നെയാണ്. നന്ദി.